കടുത്ത ചൂടാണ്. നമുക്കറിയാം കേരളത്തിൽ പലയിടങ്ങളിലായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രികാലങ്ങളിൽ അനിയന്ത്രിതമായ പവർ കട്ട് അല്ലെങ്കിൽ ലോഡ് ഷെഡിങ്, ഇതിനെ സർക്കാർ വിശേഷിപ്പിക്കുന്ന ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തിയിട്ടില്ലെന്നാണ്. എന്നാൽ പല ജില്ലകളിലും രാത്രി 15 മിനിറ്റ് വെച്ചിട്ട് ഇടവിട്ട് കറണ്ട് പോകുന്ന സാഹചര്യമുണ്ട്. വലിയ തോതിലുള്ള വൈദ്യുതി ഉപഭോഗം കൂടുന്നതോടുകൂടിയിട്ടാണ് ഇത്തരത്തിൽ വൈദ്യുതി നിയന്ത്രണമാണ് സർക്കാർ നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് വരുന്ന ദിവസങ്ങളിൽ കൂടിയിട്ട് തുടരും. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തത്തിൽ ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നാണ് വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി പോലും പറയുന്നത്. ഈ സാഹചര്യം മുൻനിർത്തി പലയിടങ്ങളിലായിട്ട് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ വൈദ്യുതി ഓഫീസുകളിലേക്ക് കടന്നില്ലുകയും രാത്രി അവിടെ പായും തലയണയും വിരിച്ച് കിടക്കുകയും ഓഫീസുകളിൽ മെഴുകുതിരിയും തീപ്പെട്ടിയും കൊടുക്കുകയും ചെയ്യുന്ന സമര മാർഗങ്ങൾ കൂടിയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ ഇത്തരം നിയന്ത്രണം ഉണ്ടായേക്കാം. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഇലക്ഷനിൽ LDFൻ്റെ പ്രചാരണം തന്നെ UDFനെതിരെ ഇരുണ്ട കേരളം വെച്ചിട്ട് മുൻനിർത്തിയിട്ടും കഴിഞ്ഞ 10 വർഷമായിട്ട് പവർ കട്ടില്ലാത്ത കേരളം എന്ന് മുൻനിർത്തിയിട്ട് കൂടിയിട്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നതിനെ ലോഡ് ഷെഡിംഗ് എന്നോ പവർ കട്ടെന്നോ വിളിക്കാൻ കഴിയില്ല എന്ന് സർക്കാർ പറയുമ്പോഴും മറുവശത്ത് നിന്ന് VD സതീശനടക്കം ഇത് പവർ കട്ടാണ്, ലോഡ് ഷെഡിംഗ് ആണ്, സർക്കാർ മുന്നറിയിപ്പ് കൊടുത്തിട്ട് നടപ്പാക്കൂ എന്ന് പറയുന്നു. ഇതിലേക്കാണ് അജിംസ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ നിയന്ത്രണം എന്ന് തന്നെയാണോ, പവർ കട്ട് എന്നാണോ, ലോഡ് ഷെഡിംഗ് ആണോ വിശേഷിപ്പിക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് അനുഭവിക്കുകയുണ്ടായോ? എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നമ്മൾ ഫാക്ച്വലായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ പവർ കട്ടില്ലാത്ത 10 വർഷം എന്ന LDFൻ്റെ മുദ്രാവാക്യം എങ്ങനെയാണ് പവർ കട്ടില്ലാതായത് എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ഈ സർക്കാർ വന്നതിന് ശേഷം കേരളത്തിൽ അധികമായി ഏതെങ്കിലും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചോ, ഏതെങ്കിലും പുതിയ ജലവൈദ്യുത പദ്ധതികളോ അല്ലെങ്കിൽ സോളാർ പദ്ധതികൾ പുതുതായി തുടങ്ങി കൂടുതൽ വൈദ്യുതോൽപാദനം നടത്തിയിട്ടാണോ പവർ കട്ടില്ലാതായത്? അല്ല. പവർ കട്ടില്ലാതായതിന് കാരണം നമുക്ക് ഗ്രിഡ് ഉണ്ടായി എന്നുള്ളതാണ്. ഈ ഗ്രിഡിൻ്റെ നിർമ്മാണം UDF സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതാണ്, അത് പിന്നീട് പൂർത്തീകരിച്ചു. അപ്പോൾ ഗ്രിഡ് ഉണ്ടാകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വൈദ്യുതി വാങ്ങാൻ കഴിയും എന്നുള്ളതാണ്. വൈദ്യുതി വാങ്ങാൻ കഴിയുമെന്ന് മാത്രമല്ല, പവർ എക്സ്ചേഞ്ച് നടക്കും. നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ പീക്ക് ടൈമിലല്ലാതെ നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി മറ്റുള്ളവർക്ക് കൊടുക്കാം. പീക്ക് ടൈമിൽ നമുക്ക് അവിടെ നിന്ന് വൈദ്യുതി കൊണ്ടുവരികയും ചെയ്യാം. ഒരു സ്വിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിടുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വൈദ്യുതി വാങ്ങി നമ്മളിപ്പോൾ മൊത്തം ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ 80% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. മീൻസ് സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്ന് വരുന്ന വൈദ്യുതിയാണ്. എങ്ങനെയാണ് ആ വൈദ്യുതി വാങ്ങിയ കരാറുണ്ടായത്? അത് ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ ഒപ്പിട്ട ഒരു കരാറാണ്. പക്ഷേ ആ കരാർ പ്രകാരം UDF സർക്കാർ വൈദ്യുതി വാങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ആ സമയത്ത് പവർ കട്ടുണ്ടായത്. അത് ഒപ്പിട്ടു എന്നുള്ളത് ശരിയാണ്. പിന്നീട് MM മണി വൈദ്യുതി മന്ത്രിയായിരുന്ന സമയത്ത്, ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അടുത്താണ് ആ കരാർ പ്രകാരം വൈദ്യുതി വാങ്ങാൻ തുടങ്ങിയത്. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ പവർ കട്ടില്ലാതാവുന്നത്. ഓക്കെ. അപ്പോൾ ഈ പവർ കട്ടില്ലാതെ 2016 മുതൽ ഏതാണ്ട് 2022-23 വരെ നമ്മളിത് പവർ കട്ട് ഈ വൈദ്യുതി വാങ്ങി പവർ കട്ടില്ലാതെ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നിലവിൽ നമ്മൾ വൈദ്യുതി വാങ്ങിക്കൊണ്ടിരുന്ന കരാറ് പ്രൊസീജിയറുകൾ പാലിച്ചല്ല എന്ന് കണ്ടെത്തുകയും അത് റദ്ദാക്കുകയും ചെയ്തു. പ്രൊസീജിയറുകൾ പാലിച്ചല്ല എന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി കമ്മീഷൻ അനുമതിയില്ലാതെയാണ് ഈ കരാർ ഒപ്പിട്ടതെന്നായിരുന്നു ആ കമ്മീഷനെ കണ്ടെത്തൽ. ഇപ്പോൾ നമ്മൾ റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുമ്പോൾ എന്തോ കോടതിയാണെന്ന് വിചാരിക്കരുത്, അത് പൊളിറ്റിക്കൽ നിയമനമാണ്. TK ജോസ്, റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനായ TK ജോസ് ആണ് അതിൻ്റെ അധ്യക്ഷൻ. ഒരു B പ്രദീപ് ആണ് അതിൻ്റെ, അതും പൊളിറ്റിക്കൽ നിയമനമാണ്. അതിൻ്റെ കമ്മീഷൻ മെമ്പർ B പ്രദീപ് എന്ന് പറഞ്ഞാൽ S ശർമ്മയുടെ കാലത്ത് വൈദ്യുതി മന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് ഈ B പ്രദീപ്. അവർ രണ്ടും പൊളിറ്റിക്കൽ നിയമനമാണ്. അപ്പോൾ പൊളിറ്റിക്കൽ നിയമനം നടത്തുന്ന ഈ കമ്മീഷൻ കണ്ടെത്തുകയാണ് ഇത് പ്രൊസീജിയർ പാലിച്ചത് റദ്ദാക്കണമെന്ന് പറയുന്നു. പിന്നീട് ദീർഘകാലത്തെ വാദത്തിനുള്ളിൽ അത് കരാർ പൂർണ്ണമായി റദ്ദാക്കുന്നു. പൂർണ്ണമായി റദ്ദായി കഴിഞ്ഞപ്പോഴാണ് ഇതിലെ പ്രശ്നം. നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്ന കരാറാണ്, വെറും 4 രൂപ സംതിങ് പൈസയ്ക്കാണ് ഈ വൈദ്യുതി വാങ്ങുന്നത്. ഇത് റദ്ദാക്കി കഴിഞ്ഞപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടി വിലയ്ക്ക് പോലും വൈദ്യുതി നൽകാൻ മറ്റ് കമ്പനികൾ തയ്യാറാവുന്നില്ല. 9 രൂപയ്ക്കും 10 രൂപയ്ക്കും 14 രൂപ വരെ പീക്ക് ടൈമിൽ നമുക്ക് വൈദ്യുതി വാങ്ങേണ്ടി വരും. അത് വൻ തോതിലുള്ള നഷ്ടം KSEBക്ക് ഉണ്ടാക്കുന്നു. ഈ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് ഇത് പ്രതിസന്ധിയിലാവുന്നത്. യഥാർത്ഥത്തിൽ ആര്യാടൻ മുഹമ്മദ് അഴിമതി നടത്തി എന്നായിരുന്നു ആരോപണം. ഈ കരാർ ഒപ്പിടാൻ വേണ്ടി അഴിമതി നടത്തി. ഇപ്പോൾ അഴിമതി നടന്നു തന്നെ ഇരിക്കട്ടെ. അഴിമതി നടന്നാൽ പോലും ആ കാലത്ത് അത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ പൈസയ്ക്ക് ലഭിക്കുന്ന വൈദ്യുതിയാണ്. ദീർഘകാലം 25 വർഷത്തേക്കാണ്. അപ്പോൾ അഴിമതി നടന്നിട്ടില്ല എന്ന് പിന്നീട് കണ്ടെത്തി വിജിലൻസ് അന്വേഷണത്തിൽ. ഈ കരാറിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടെത്തി. പിന്നീട് ഈ കരാർ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമായി. അതായത് ഈ വൈദ്യുതി കമ്മീഷൻ റദ്ദാക്കി കരാർ റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കമ്മീഷൻ ഉത്തരവിനെതിരെ ട്രൈബ്യൂണലിൽ പോയി. ട്രൈബ്യൂണൽ അത് തള്ളി. ട്രൈബ്യൂണൽ തള്ളിയ കേസ് പിന്നീട് സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് സർക്കാർ. ഇതുവരെ ആ കേസ് ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ നിലവിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആര്യാടൻ മുഹമ്മദ് ഒപ്പിട്ട കരാർ ഇപ്പോൾ നിലവിലില്ല. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പവർ എക്സ്ചേഞ്ച് പ്രകാരം വിപണി വിലയിൽ അപ്പോൾ പവർ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പോൾ ഈ പവർ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന 20% വൈദ്യുതി ഉണ്ടല്ലോ, ഹൈഡ്രോ ഇലക്ട്രിക് വൈദ്യുതിയാണ്. ആ വൈദ്യുതി യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് പീക്ക് ടൈമിൽ വരുന്ന ലോഡ് മറികടക്കാൻ വേണ്ടിയാണ് ആ വൈദ്യുതി ഉപയോഗിക്കുക. ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് വെച്ചാൽ റിസർവറുകളിൽ വെള്ളമില്ല. അപ്പോൾ വെള്ളമില്ലാത്തതിൻ്റെ കാരണം മിസ്മാനേജ്മെൻ്റ് ആണെന്നുള്ളത് വേറെ പരിശോധിക്കേണ്ടതാണ്. കാരണം
കഴിഞ്ഞ ഈ 2 വർഷമായിട്ട് മഴ കുറവാണ്. ഈ വർഷം മഴ കുറവാണ്, കഴിഞ്ഞ വർഷം മഴ കുറവാണ്. മഴ കുറവാകുമ്പോൾ അത് എന്താണ്, ടൈംലി ആ വെള്ളം ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യുക. വെള്ളം സ്റ്റോർ ചെയ്യുക, ടൈംലി ഉപയോഗിക്കുക, ലോഡ് വരുന്ന സമയത്തേക്ക് ഉപയോഗിക്കാൻ മാത്രമേ വെള്ളം ഉണ്ടാവും. ഇങ്ങനെയുള്ള കുറേയധികം ഡാം മാനേജ്മെൻറ്റിൽ കുറേയധികം കാര്യങ്ങളുണ്ട്. അതുണ്ടായെന്നുള്ളത് നമ്മൾ വേറെ തന്നെ പരിശോധിക്കണം. ഇവിടുത്തെ കുഴപ്പം ഒന്ന്, ഉൽപ്പാദനം കുറവാണ് റിസർവറുകളിൽ. പീക്ക് ടൈമിൽ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, നമുക്ക് മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, ലോഡ് മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തേണ്ടി വരുന്നു. ഇതാണ്. അപ്പോൾ സ്ഥിരമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വൈദ്യുതി നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ അധിക വിലയ്ക്ക്, ഇരട്ടിയിലധികം വിലയ്ക്ക് വൈദ്യുതി വാങ്ങിക്കൊണ്ടിരിക്കുന്നു. പീക്ക് അവറിൽ നമുക്ക് വേണ്ട ഉൽപ്പാദനം നടത്താൻ അവിടെ കഴിയുന്നില്ല. ഇത്തരം ഈ 3 പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ പ്രശ്നം ഈ സർക്കാർ തന്നെ വരുത്തി വെച്ചതാണ്. ഒന്ന്, ആ കരാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നഷ്ടം. ഇപ്പം നമ്മൾ ഈ കരാർ റദ്ദാക്കിയതിൻ്റെ വേറെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ ബിൽ സെസ് എന്ന് പറഞ്ഞിട്ട് ചാർജ് അടിച്ചു വരുന്നുണ്ട്. നമ്മുടെ വൈദ്യുതി ബില്ലുണ്ടാകുന്ന വർധന നമ്മൾ ശ്രദ്ധിക്കാറില്ല. ആ വർധന ഉണ്ടാകുന്നതിന് കാരണം ഈ കരാർ റദ്ദാക്കിയതാണ്. എന്തിനാണ് ആ കരാർ റദ്ദാക്കിയത്? അതിൽ അഴിമതി ഉണ്ടായിരുന്നില്ലെങ്കിൽ, ആ കരാർ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ, ഇത് ഈ സർക്കാരിൻ്റെ പരാജയമാണെന്ന് സമ്മതിക്കണം. അതിന് പകരം ഈ സർക്കാർ എന്താണ് ചെയ്തത്? പവർ കട്ടില്ലാത്ത 10 വർഷം, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒപ്പിട്ട കരാർ റദ്ദാക്കിയിട്ട് ആ സർക്കാരിനെ തന്നെ ഇരുണ്ട കാലം എന്ന് വിശേഷിപ്പിക്കുകയാണ് ചെയ്തത്. എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും സത്യസന്ധമല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രചാരണം നടത്തിയിട്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈ കാര്യങ്ങൾ, ഈ വസ്തുതകൾ മുന്നിൽ വെച്ച് അതിനെ കൗണ്ടർ ചെയ്യാൻ കോൺഗ്രസിനോ UDF-നോ കഴിഞ്ഞോ? എനിക്ക് തോന്നുന്നില്ല. അസംബ്ലിയിൽ എന്തൊക്കെയോ ഡിബേറ്റ് ഉണ്ടായെന്നല്ലാതെ അതൊരു രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കാൻ, ഈ റദ്ദാക്കിയ കരാറിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ കാരണം. ഇനി ഇത് മറികടക്കാൻ വേണ്ടി ചിലപ്പോൾ വൈദ്യുതി വാങ്ങുകയോ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. ഇപ്പോൾ ഒരു കാവൽ മന്ത്രിസഭയാണുള്ളത്, അവർ വൈദ്യുതി വാങ്ങുമായിരിക്കും. പക്ഷേ അപ്പോഴും അതിൻ്റെ ഭാരം നമ്മുടെ ചുമലിലാണ്. നമ്മുടെ ബില്ലിൽ നമ്മളൊന്ന് സൂക്ഷ്മമായി നോക്കിയാൽ മതി, സെസ് ചാർജുകൾ കൂടി വരുന്നുണ്ടാവും. യെസ് നിഷ, ഇതിൽ ജനങ്ങളൊക്കെ പറയുന്ന നേരം മുൻകൂട്ടി അറിയിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെങ്കിൽ അതിന് ഒരുങ്ങിയിരിക്കാം. ഇതിപ്പോൾ അങ്ങനെ സമയമൊന്നുമില്ല. അതിന് വൈദ്യുതി വകുപ്പിൽ നിന്നൊക്കെ നൽകുന്നൊരു അവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലോഡ് കൂടുന്ന സമയത്ത് അതായത് സെക്ഷൻ ഓഫീസിൽ അന്നേരമാണ് അറിയിക്കുന്നത്. ആ സമയത്ത് ഏർപ്പെടുത്തുകയാണ്, മുൻകൂട്ടി അറിയിക്കാൻ സാധിക്കില്ല എന്നാണ്. അതങ്ങനെ കഴിയുമ്പോൾ വേറൊന്ന് ഇത്തരത്തിൽ ഇരുണ്ട കാലം എന്നൊക്കെ പറഞ്ഞിട്ട് ഇലക്ഷനിൽ വലിയൊരു ക്യാമ്പയിൻ നടത്തുകയും ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് അത് പൊതുജനങ്ങൾക്കടക്കം ആ പാർട്ടിക്ക് തന്നെ എതിരാകുന്ന രീതിയിലേക്ക് വരികയും ചെയ്യുന്നു. സാധാരണ മോദിയൊക്കെ ചെയ്യാറില്ലേ, പെട്രോളിൻ്റെ വില ഒരിക്കലും കൂടില്ല എന്ന് പ്രഖ്യാപിക്കുക, ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് പെട്രോളിൻ്റെ വില കൂടുക എന്ന് പറഞ്ഞ പോലെ ഇലക്ഷൻ കഴിഞ്ഞത് മുതലാണ് സത്യം പറഞ്ഞാൽ പലയിടത്തും ഇത് ഓഫ് ചെയ്ത് തുടങ്ങിയത്. അതുവരെ ഓഫ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല, കാരണം ഒരു പ്രധാനപ്പെട്ട പ്രചാരണ മുദ്രാവാക്യമായിരുന്നു. ചെറിയ കുട്ടി വന്നിട്ട് ലോഡ് ഷെഡിങ്ങോ അതെന്താണ് അച്ഛാ എന്ന് ചോദിക്കുന്ന പരസ്യം നമുക്ക് ഓർമ്മയുണ്ട്. കുട്ടിക്ക് പരിചയമില്ല എന്നാണ് അത് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നൊരു സംഗതി. അപ്പോൾ അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ലോഡ് ഷെഡിങ് തീരുമാനിച്ചിരിക്കുകയാണ്, ബോർഡ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി 11:30 എൻ്റെ വീട്ടിൽ കറണ്ട് പോയി, 20 മിനിറ്റ് കഴിഞ്ഞാണ് വന്നത്. ആ സമയവും എല്ലാം കൃത്യമായി തീരുമാനിച്ചു. കാരണം അത്രയും ലോഡുണ്ട്, താങ്ങാൻ പറ്റാത്ത പോലെ വലിയ ചൂടാണ്, അത്രയും റെക്കോർഡ് ഉപഭോഗത്തിലേക്ക് നമ്മളെത്തി. അത് ബോർഡിൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു. വേറെ നിർവാഹമില്ലാതെ ഓഫ് ചെയ്യുകയാണ്. അതവർ തീരുമാനിച്ചിട്ടുണ്ട്, അവർക്കത് പ്രഖ്യാപിക്കാൻ പറ്റില്ല. പ്രഖ്യാപിക്കാൻ പറ്റുന്ന കാരണം രാഷ്ട്രീയ കാരണമാണ്. കാരണം ഞങ്ങൾ പവർ കട്ട് ഏർപ്പെടാത്ത ഒരു സർക്കാരാണെന്ന് അവർ ഖ്യാതി പറയുന്നു. അപ്പോൾ ആ ഖ്യാതിയെ അവർ തന്നെ തുറങ്കം വെക്കുന്ന ഒരു പ്രഖ്യാപനം അവർക്ക് നടത്താൻ പറ്റത്തില്ല. സോ ആ ഈഗോയിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ്. പക്ഷേ ഇനിയും കറണ്ട് പോകും, ഇന്ന് രാത്രിയും പോകും, നാളെയും പോകും. ചൂട് കുറയുന്നത് വരെ കറണ്ട് പോയിക്കൊണ്ടിരിക്കും, മഴ പെയ്യുന്നത് വരെ. മെയ് ലാസ്റ്റ് വീക്ക് മഴ പെയ്യുമെന്ന് പറയുന്നു. ചൂട് കുറയുമ്പോൾ ഉപഭോഗം കുറയുമ്പോൾ ഇത്രയും ലോഡ് ഉണ്ടാവില്ല, അതുവരെ ഇങ്ങനെ പോകും. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമായി നമ്മൾ മുമ്പ് നിൽക്കുന്നു, പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളൂ. ആ പ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിലാണ് നാം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നേരത്തെ കരാറിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ അജിംസ് പറഞ്ഞ പോലെ 4 രൂപയ്ക്ക് ദീർഘകാലത്തേക്ക് നമ്മളൊരു കരാർ ഒപ്പിടുന്നു പെർ യൂണിറ്റ്. ആ കരാർ കൊണ്ട് നമുക്ക് ഭാരം കുറവായിട്ട്, അതായത് നമുക്ക് സാമ്പത്തിക ഭാരം കുറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു. നമ്മൾ കരാർ ഒപ്പിട്ട കമ്പനികൾ നമുക്ക് തരാൻ ബാധ്യസ്ഥരുമാണ്. അപ്പോൾ ഈ കരാർ വളരെ പൊടുന്നനെ ഒരു ദിവസം വന്നിട്ട് പരിശോധിച്ച് നോക്കിയിട്ട് ഈ കരാർ മൊത്തം കുഴപ്പമാണെന്ന് പറയുന്നത് അതെന്ത് ചെയ്യുന്നു, വെട്ടാൻ നമ്മൾ തീരുമാനിക്കുന്നു. ആ തീരുമാനിച്ചതിൻ്റെ ഗുണഭോക്താവാരാണ്? എന്തിനാണ് ഇത് വെട്ടിയതെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൻ്റെ ഗുണഭോക്താവാരാണ്? ഇപ്പോൾ പെർ യൂണിറ്റിന് പെർ യൂണിറ്റിന് 12 14 രൂപയ്ക്ക് ഇപ്പോൾ നമുക്ക് കേരളം പോലൊരു വലിയൊരു ഉപഭോക്തൃ സംസ്ഥാനം അവർ 4 രൂപയ്ക്ക് വൈദ്യുതി വാങ്ങിക്കുന്നു. അത് പറ്റില്ലല്ലോ എന്ന് തീരുമാനിക്കാം ലോബികൾക്ക്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ ലോബികൾക്ക് സഹായകരമാകുന്ന രീതിയിൽ അവർക്ക് വലിയ വിലയ്ക്ക് നമുക്ക് ഇപ്പോൾ തരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. മറ്റേ കരാറുണ്ടെങ്കിൽ നമുക്ക് ഈ വലിയ വിലയ്ക്ക് മേടിക്കുന്ന കാര്യമുണ്ടോ? ഇല്ല. ഇപ്പോൾ ആ കരാർ കട്ട് ചെയ്തതിൻ്റെ ഗുണഭോക്താവ് വൻകിട കമ്പനികളാണ്. അദാനിയെ പോലുള്ള പ്രൈവറ്റ് ഇതുണ്ടാക്കുന്ന ആൾക്കാരാണ്. അവരിൽ നിന്ന് വലിയ വിലയ്ക്ക് നാം ഇപ്പോൾ വാങ്ങിക്കുന്നു. ആരാണ് ഗുണഭോക്താവ്? അപ്പോൾ ഇത് അഴിമതി ആരോപിച്ചാണ് ഒരു കരാറിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുള്ളെങ്കിൽ ആ പിന്നോട്ട് പോയതിന് പിന്നിൽ എന്നിട്ട് ഇപ്പോൾ എന്താ കാര്യം, എന്താ ഗുണം? സ്റ്റേറ്റിന് എന്താണ് ഗുണം? സ്റ്റേറ്റിന് എന്തെങ്കിലും ഗുണമുണ്ടോ? സ്റ്റേറ്റ് കൂടുതൽ പൈസയ്ക്ക് വാങ്ങിക്കുന്നു, കറണ്ടും കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അടിസ്ഥാനപരമായി കരാർ കട്ട് ചെയ്തതിനകത്ത് പോലും വൻകിടക്കാരുടെ താല്പര്യങ്ങൾ പ്രവർത്തിച്ചോ എന്ന സംശയം ഉന്നയിക്കാൻ കഴിയുന്ന സന്ദർഭത്തിലാണ് നാം രാത്രി 11:30 ഇരുന്ന് ഒരുങ്ങുന്നത്. അത് ചോദ്യം ചോദിക്കേണ്ടതാണ്. ഈ നേട്ടം പറയുന്ന കൂട്ടത്തിൽ അതും ചോദിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത്.
എന്തായാലും കേരളം അനുഭവിക്കുന്ന പ്രതിസന്ധി, ബോർഡ് അനുഭവിക്കുന്ന പ്രതിസന്ധിയെ നാം എല്ലാവരും മനസ്സിലാക്കുകയും ഉപഭോഗം കുറയ്ക്കാൻ പറ്റുമെങ്കിൽ പരമാവധി കുറയ്ക്കുകയും ചെയ്യേണ്ടതാണ്. അതിനോട് എനിക്ക് യോജിപ്പാണ്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി തന്നെയും ബുദ്ധിമുട്ടും. കാരണം നമുക്ക് തന്നെ ഇതെല്ലാം കൂടെ ഉണ്ടാക്കാനുള്ള സംവിധാനമൊന്നുമില്ല. നമ്മൾ മേജർ പോർഷൻ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ്. പക്ഷേ ഈ ദുരന്തത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി വിട്ടതിൽ ഭരണകൂടത്തിന് ഉത്തരവാദിത്തമില്ലെന്ന് പറയാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ഇനി ചൂട് കൂടുതലാണ്, ലോഡ് കൂടുതലാണെന്നൊക്കെ നമ്മളോട് എന്താ പറയുന്നത്? അതായത് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഭരണകൂടമാണെങ്കിൽ ചൂട് കൂടാൻ പോവുകയാണ്. നമുക്ക് സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപ്പാദനം ഇല്ല. ഇനി ലോഡ് ഷെഡിങ് അല്ല, ലോഡ് കൂടും. ആ ലോഡിനനുസരിച്ചുള്ള പരിപാടി ഉണ്ടാക്കണം. അതല്ലേ 10 വർഷം കൊടുത്തത്. 10 വർഷം കഴിഞ്ഞ് പിന്നെ ലോഡ് കൂടുതലായിട്ട് കട്ട് ചെയ്യണമെന്ന് പറയാൻ ഒരു ഭരണകൂടത്തിന് നമുക്ക് ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ പഴയ ഭരണകൂടത്തിന് ന്യായം നമുക്ക് എടുക്കേണ്ടി വരും. അവരെന്തിനാ കട്ട് ചെയ്തത്? അവർക്ക് ഒരു ന്യായമുണ്ട്, എല്ലാവർക്കും ഒരു ന്യായം ഉണ്ടാവും. ആ ന്യായം ഇവരുടെ കയ്യിലിരിക്കട്ടെ. ഞാൻ പറയാം, ന്യായം നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചോളൂ. ഞങ്ങൾക്ക് കറണ്ട് തരണം, നമ്മൾ ബില്ല് അടയ്ക്കുന്നില്ലേ? ഇവർ പറയുന്ന പൈസ, കറണ്ട് ബില്ല് കൂട്ടുകാരെ ഓർമ്മയുണ്ടല്ലോ, ഇവർ പറയുന്ന പൈസ നമ്മൾ അടയ്ക്കുന്നുണ്ട്. അതിന് ഇവർ പറഞ്ഞ ന്യായം നമുക്ക് കേൾക്കേണ്ടെന്ന് വേണേൽ പറയാമല്ലോ. കാരണം നിങ്ങളൊരു പെർഫെക്റ്റ് ഭരണകൂടമാണ്, നിങ്ങൾക്കൊരു വീഴ്ചയും പറ്റില്ല, നിങ്ങൾ കറണ്ട് കെട്ടെന്ന് പറയുന്ന സംഗതിയേ ഇല്ല. എങ്കിലാണെങ്കിൽ ഇപ്പം എന്തിനാണ് കറണ്ട് കട്ട് ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾ പറഞ്ഞു ചില പ്രശ്നങ്ങളുണ്ട്, ചില പരിമിതികളുണ്ട്. ആ പരിമിതിയുടെ ആനുകൂല്യം അങ്ങനെ എല്ലാവർക്കും കൊടുക്കണം. അതാർക്കും കൊടുക്കില്ല. പരിമിതിയുടെ ആനുകൂല്യം ഞങ്ങൾക്ക് തരണം. കാരണം കാണും ഉപഭോഗം കുറഞ്ഞ സമയത്ത് ഞങ്ങൾ ഫുള്ളായിട്ട് കറണ്ട് എടുത്തെങ്കിൽ അതിന് നേട്ടം ഞങ്ങൾക്ക് തരണം. അതിനകത്ത് ഇരട്ടത്താപ്പുണ്ട്. ബേസിക് സംഗതി, കുറഞ്ഞ പൈസയ്ക്ക് കിട്ടുമായിരുന്ന കറണ്ട് കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഗുണം വൻകിടക്കാരുണ്ടാക്കിയതിനെക്കുറിച്ച് സർക്കാരിന് എന്താണ് പറയാനുള്ളത് എന്നത് മാത്രമാണ്. യെസ്, ഇന്ന് രാത്രിയും കറണ്ട് പോവും. വരും ദിവസങ്ങളിലും അതിനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ കരുതിയിരിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്.